നമസ്കാരം. ഭാരതം എന്നത് വൈവിധ്യങ്ങളുടെ ഒരു മഹാസമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കരുത്ത് അതിൻ്റെ ഭരണഘടനയും സഹസ്രാബ്ദങ്ങളായുള്ള സാംസ്കാരിക പൈതൃകവുമാണ്. അടുത്തിടെയായി മതപരമായ വസ്ത്രധാരണത്തെയും വിശ്വാസങ്ങളെയും മുൻനിർത്തി രാജ്യത്തിൻ്റെ ഉന്നത പദവികളെക്കുറിച്ച് നടത്തുന്ന ചില പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 2047 ഇന്ത്യയെ ഒരു പ്രത്യേക മതരാഷ്ട്രമായി മാറ്റാൻ ആഗ്രഹിച്ചവരും ഭരണഘടനാ പദവികളെ കേവലം മതപരമായ അടയാളങ്ങളിലേക്ക് ചുരുക്കുവാൻ ശ്രമിച്ചവരും ഇന്ന് തീഹാറിൽ ഉണ്ടെന്ന് കഴിയുകയാണ്. ഇപ്പോഴിതാ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് തനിക്ക് കാണണമെന്ന് AIMIM അധ്യക്ഷൻ ഉവൈസിയുടെ പ്രസ്താവന വൻ വിവാദമായിരിക്കുകയാണ്. ഇതിന് ചുട്ട മറുപടിയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്ത് വരികയും ചെയ്തു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദവി എന്നും ഒരു ഹിന്ദു വ്യക്തിക്കായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നതിന് ഭരണഘടനാപരമായി യാതൊരു തടസ്സമില്ലെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രവും ഹിന്ദു നാഗരികതയുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണഘടനാപരമായി ആർക്കും ഈ സ്ഥാനത്ത് എത്താമെങ്കിലും ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ ഒരു ഹിന്ദു തന്നെ തുടരണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ശർമ്മ വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ ഏതു പൗരനും അർഹതയുണ്ടെങ്കിൽ ഉന്നത പദവികളിൽ എത്താൻ സാധിക്കും. അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടന വിവേചനമില്ലാത്ത തുല്യ നീതിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അയൽരാജ്യമായ പാകിസ്ഥാൻ മതാധിഷ്ഠിത നിയമങ്ങളാൽ ഭരണത്തലവൻ്റെ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വയ്ക്കുമ്പോൾ ഭാരതം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതേതര രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നത് അപകടകരമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവി എന്നത് ഒരു മതത്തിൻ്റെയോ വസ്ത്രധാരണത്തിൻ്റെയോ പ്രതിനിധിയാകാനുള്ളതല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാനും രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുവാനുമുള്ള ഉത്തരവാദിത്തമാണ്. ഭാരതം എന്നും ഒരു സനാതന സാംസ്കാരിക ഭൂമിയാണ്. ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്നത് അതിൻ്റെ ഹിന്ദു സംസ്കാരമാണ്. എന്നാൽ ആ സംസ്കാരം ഒരിക്കലും മറ്റ് മതങ്ങളെ അടിച്ചമർത്താനല്ല, മറിച്ച് എല്ലാവരെയും ഒരുപോലെ കാണാനാണ് പഠിപ്പിക്കുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതം ഒരു ഹിന്ദു നാഗരികതയാണ്. ഇവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസങ്ങളെയും രാജ്യത്തിൻ്റെ പൈതൃകത്തെയും മാനിക്കുന്നവരായിരിക്കണം എന്നത് സ്വാഭാവികമായ ഒരു പൊതുബോധമാണ്. ഇതിനെ വർഗീയതയായി കാണുന്നവർ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു പ്രത്യേക മതത്തിൻ്റെ വസ്ത്രധാരണം നടത്തുന്നവർ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് ജനാധിപത്യപരമായ അവകാശമായി തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം കേവലം മതപരമായ മേൽക്കോയ്മയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഭീഷണിയാണ്. വസ്ത്രമല്ല, മറിച്ച് കഴിവ്, ദേശസ്നേഹം, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് എന്നിവയാണ് ഒരു നേതാവിന് വേണ്ട യോഗ്യതകൾ. ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ രാഷ്ട്രപതിയായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവരെല്ലാം ആ പദവികളിൽ എത്തിയത് മതത്തിൻ്റെ പേരിലല്ല, മറിച്ച് അവരുടെ യോഗ്യതയും രാജ്യത്തോടുള്ള കൂറും കൊണ്ടാണ്. ചുരുക്കത്തിൽ ഭാരതം ഒരു ഇസ്ലാമിക രാഷ്ട്രമോ അല്ലെങ്കിൽ കേവലം മതപരമായ വാശികൾ തീർക്കാനുള്ള വേദിയോ അല്ല. ഇത് ലോകത്തിന് സഹിഷ്ണുതയും ശാന്തിയും പഠിപ്പിച്ച മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സംസ്കാരത്തെ തകർക്കാനുള്ള നീക്കങ്ങളെ ജനാധിപത്യപരമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണമെന്നത് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. അവർ തിരഞ്ഞെടുക്കുന്നത് മതത്തിൻ്റെ പ്രതിനിധികളെയല്ല, മറിച്ച് ഭാരതം എന്ന മഹാരാജ്യത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ദേശസ്നേഹികളെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.